യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥനയുടെ സമാപന ദിവസങ്ങളിലെ ഏറ്റവും അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുവാണ്. ഇന്നു മുതൽ ഈ 20 ദിവസം വരെ പ്രാർത്ഥിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചും കുറച്ചുകൂടെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചും കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നലത്തേതിനേക്കാൾ ഇന്ന് കൂടുതലായി ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഈ 21 ദിവസമായി നിങ്ങൾ 21ാമത്തെ ദിവസം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളെയും ഒന്ന് കയ്യിലെടുത്ത് പിടിക്കാമോ, ഓർക്കാമോ? എന്നിട്ട് നിങ്ങളൊരു പ്രാർത്ഥനയോടെ ഇങ്ങനെ പറഞ്ഞേ: ഞാൻ എഴുതി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഞാൻ കേട്ട വചനങ്ങളും ഞാൻ എടുത്ത ത്യാഗവും ഒരിക്കലും നഷ്ടമാകില്ലെന്ന് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും എടുത്ത ത്യാഗവും, പലതരം ത്യാഗങ്ങളെടുത്ത് വചനം കേട്ടവരുണ്ട്, എഴുതി പ്രാർത്ഥിച്ചവർ, നിയോഗത്തോടെ അനേകർക്ക് അയച്ചു കൊടുത്തവർ, ഇതൊന്നും വെറുതെയാകില്ല എന്ന്, ഇതെല്ലാം പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് കാരണമാകുമെന്ന്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പ്രാർത്ഥിച്ച വിഷയം എനിക്ക് അനുഗ്രഹമാകുമെന്ന് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. അത്രയും ആത്മാർത്ഥതയോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്, അത്രയും ത്യാഗത്തോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്, അത്രയും ഇഷ്ടത്തോടെയാണ് ഞങ്ങൾ വചനം കേട്ടത്. കേവലം ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി വന്നിരുന്നതല്ല, അത്രയും ഹൃദയ ഞെരുക്കത്തോടെയും നുറുക്കത്തോടെയും ഹൃദയവേദനയോടെയും ഉള്ളുരുകി പ്രാർത്ഥിച്ചവരാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളും കുടുംബവും. ഒരാളുടെയും പ്രാർത്ഥന തള്ളിക്കളയല്ലേ കർത്താവേ, ഒരാളുടെയും പ്രാർത്ഥനകളെ അങ്ങ് ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ മുഴങ്ങിക്കേൾക്കാനിടയാകണം. അനേകം സാക്ഷ്യങ്ങൾ അനേകർ വന്ന് പറയാൻ ദൈവം ഒരുക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ: കർത്താവായ യേശുവേ, ഈ 21ാമത്തെ ദിവസം, ഇനിയുള്ള 10 ദിവസവും ഞങ്ങൾ എഴുതി വച്ച പ്രാർത്ഥനകൾ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. ഈ 21ാമത്തെ ദിവസം, ഈ ദിവസം നമ്മൾ കേൾക്കുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. 12-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഒരുപക്ഷെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് സുപരിചിതമാകാം, പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, കേട്ടതാകാം, അറിഞ്ഞതാകാം, മനഃപ്പാഠമായ വചനമാകാം. മത്തായിയുടെ സുവിശേഷം 12:20: നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. ഇതാണ് 20ാമത്തെ വാക്യം. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ പുകഞ്ഞ തിരി കെടുത്തുകയോ ഇല്ല. നീതി വിജയത്തിൽ എത്തുന്നതുവരെ. ചതഞ്ഞ ഞാങ്ങണ ആർക്കും വേണ്ട, പുകഞ്ഞ തിരി ആർക്കും വേണ്ട, ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, ആർക്കും അത് വലിയ കാര്യമായിട്ടൊന്നും അതിനെ കാണുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുക, ചതഞ്ഞ ഞാങ്ങണയായാലും പുകഞ്ഞ തിരി കണക്കായാലും ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ പ്രയോജനപ്പെടും. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങളുടെ സ്ഥാനം. ചതഞ്ഞ ഞാങ്ങണ. എന്താണ് ചതഞ്ഞ ഞാങ്ങണ? അത് ആ വാക്കിൽ തന്നെയുണ്ട്. അത് ചതഞ്ഞതാണ്, അത് തകർന്നതാണ്, അത് പൊട്ടിയതാണ്. അതിനെ ആർക്ക് വേണം? അതിനെ പുറങ്കാലുകൊണ്ട് തോണ്ടി മാറ്റി വഴി സൈഡിലേക്കിടും. അതാരും ശ്രദ്ധിക്കുക പോലുമില്ല. അത്രയും അത് പൊട്ടിയതും തകർന്നതും പരിക്ക് പറ്റിയതും ഒക്കെയാണ്. അതിനെക്കൊണ്ടൊന്നും കൊള്ളത്തില്ല. പക്ഷേ മനുഷ്യൻ ചതഞ്ഞ ഞാങ്ങണ കിട്ടിയാൽ അത് പലതായി ഒടിച്ച് കാട്ടിക്കളയും, എല്ലാം അടുപ്പിൽ വയ്ക്കും. എന്നാൽ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, അവൻ ചതഞ്ഞ ഞാങ്ങണ
ഒടിക്കുകയില്ലെന്ന്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താലേ ചതഞ്ഞ ഞാങ്ങണ ഒടിയാതിരിക്കുകയുള്ളൂ. അതെടുക്കുമ്പോൾ തന്നെ അത് തളർന്ന വെട്ടിയെടുത്ത ചേമ്പന്താൾ പോലെ വാടി നിൽക്കും. അത് നേരെ നിൽക്കത്തില്ല. അത് ചതഞ്ഞതാണ്, അത് പൊട്ടിയതാണ്. ഞാൻ ഈ ചതഞ്ഞ ഞാങ്ങണ എന്ന വാക്കിൽ ഓർക്കുമ്പോൾ ഒത്തിരി ജീവിതങ്ങളും ചതഞ്ഞ ഞാങ്ങണ പോലെയാണ്. തകർന്നതാണ്, പൊട്ടിപ്പോയതാണ്, പരാജയപ്പെട്ടതാണ്, സങ്കടത്തിലാണവർ. ചതഞ്ഞ ഞാങ്ങണ പോലെ, ചതഞ്ഞ ഞാങ്ങണ. ഇനി അതിനൊരു നല്ല ഭാവി പറയാനില്ല. ഇതിനത് വലിയ പ്രതീക്ഷ വയ്ക്കാനൊന്നുമില്ല. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചതഞ്ഞ ഞാങ്ങണ എന്ന് പറയുന്ന ഏതെങ്കിലും സാഹചര്യമുണ്ടോ? തകർന്ന ജീവിതങ്ങളില്ലേ? പരാജയപ്പെട്ട കുടുംബ സാഹചര്യങ്ങളില്ലേ? എല്ലാം ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. പക്ഷെ ദൈവത്തിൻ്റെ കരങ്ങളിലൊരു വാക്കെഴുതിയിട്ടുണ്ട്, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. മനുഷ്യൻ ഒടിക്കും. എങ്ങനെ ഒടിക്കും? മനുഷ്യൻ വാക്കുകൾ കൊണ്ട് ഒടിക്കും. മനുഷ്യൻ വിമർശിച്ചും വിധിച്ചും കളിയാക്കിയും പരിഹസിച്ചും പല സ്ഥലത്തേക്കും വിളിച്ചു പറഞ്ഞും ഒക്കെ അതിനെ ഓടിച്ചു കളയും. എത്രയോ ജീവിതങ്ങൾ ഇങ്ങനെ ഒടിഞ്ഞുപോയി, എത്രയോ ജീവിതങ്ങൾ തകർന്നുപോയി, എത്രയോ ആളുകൾ നാടും വീടുമൊക്കെ വിറ്റ് വേറെ നാട്ടിലേക്ക് കുടിയേറിപ്പോയി, വേറെ നാട്ടിലേക്ക് കയറിപ്പോയി. പല മടുത്തിട്ട് പോയവരുണ്ട്, ജീവിതം അവസാനിപ്പിച്ചവരുണ്ട്. ചതഞ്ഞു പോയ സമയത്ത് മനുഷ്യർ, കൂടെ നിന്നവർ, ഒപ്പം നിന്നവർ, നാട്ടുകാർ, ദേശക്കാർ വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട്, അഭിപ്രായങ്ങൾ കൊണ്ട്, കളിയാക്കലുകൾ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ചതഞ്ഞ ഞാങ്ങണ എത്ര എണ്ണം ഒടിഞ്ഞു പോയെന്നറിയാമോ? എത്ര ജീവിതങ്ങൾ. പക്ഷെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ എത്ര ചതഞ്ഞതാണേലും, എത്ര പൊട്ടിയതാണേലും, എത്ര പരാജയപ്പെട്ടതായാലും, വീണുപോയാലും, നിലത്ത് കിടന്ന അവസ്ഥയായാലും, ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയല്ല. ചതഞ്ഞ ഞാങ്ങണ ഓടിയാതെ അവൻ നിർത്തും. കാരണം ചതഞ്ഞ ഞാങ്ങണ ഒരു പക്ഷേ അത് ദൈവത്തിൻ്റെ കയ്യിൽ പ്രയോജനപ്പെടും. ചതഞ്ഞ ഞാങ്ങണ ചിലപ്പോൾ ദൈവം അതിനെ ഓടക്കുഴലാക്കി മാറ്റും. ഭംഗിയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുന്ന ഓടക്കുഴലാക്കി മാറ്റും. ചതഞ്ഞ ഞാങ്ങണ ദൈവം ഒടിക്കില്ല, മനുഷ്യനൊടിച്ചാലും. അടുത്തതാണ് പുകഞ്ഞ തിരി. പുകഞ്ഞ തിരി നേരിയ ഒരു കാറ്റിന് പോലും കെടുത്താൻ കഴിയുന്നതാണ് പുകഞ്ഞ തിരി. കരിന്തിരി കത്താൻ തുടങ്ങിയ അവസ്ഥ, എണ്ണ തീർന്നു, അതിൻ്റെ വിളക്കുകൾ, ആ തിരിയുടെ വെട്ടം കുറഞ്ഞു, പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും കെട്ടുപോകാം, ഏത് നിമിഷവും ഈ സാഹചര്യത്തിൽ തകർന്നു പോകാം. നിങ്ങളുടെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതമൊക്കെ തീർന്നു, ഇനി അധികം നാളൊന്നും ഇല്ല, ഇതൊക്കെ കെട്ടുപോവുള്ളൂ, ഇനി പ്രതീക്ഷിക്കാനൊരു വകയില്ല, ഇങ്ങനെ ചിന്തിക്കുന്നോ? ദൈവത്തിൻ്റെ കരങ്ങളിൽ പുകഞ്ഞ തിരി കെടുകയില്ല. അത് കെട്ടുപോകാതെ ദൈവം അതിനെ സൂക്ഷിക്കും. അതിനാവശ്യമായ എണ്ണ പകർന്ന് ആ തിരിയെ നീട്ടി, ആ തിരിയുടെ കുറവുകളെ, ആ വിളക്കിൻ്റെ കുറവുകളെ പരിഹരിച്ച് അത് വീണ്ടും അനേകർക്ക് വെളിച്ചമാകത്തക്ക വിധം കത്തിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. പുകഞ്ഞ തിരി അവൻ കെടുത്തുകയില്ല. നീതി വിജയത്തിലെത്തുന്നതുവരെ, നീ ഒരു അനുഗ്രഹമാകുന്നതുവരെ, നിൻ്റെ ജീവിതം ഒരു വിടുതലാകുന്നതുവരെ, നിൻ്റെ ജീവിതം സൗഖ്യമാകുന്നതുവരെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നീതി വിജയത്തിലെത്തുന്നതുവരെ ഏതെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ കൊണ്ട്, ഏതെങ്കിലുമൊക്കെ കള്ളക്കേസിലൊക്കെ കുടുങ്ങിയവരുണ്ടോ? ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ സത്യമൊന്നുമല്ല, സത്യമൊന്നും ആരും മനസ്സിലാക്കുന്നില്ല, അല്ലാത്ത കാര്യങ്ങളാണ് പലരും നോക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതാണോ ഉയർത്തി പറയുന്നത്? ദൈവത്തിലാണോ നിങ്ങൾ ആശ്രയിക്കുന്നത്? നീതി വിജയത്തിലെത്തുന്നതുവരെ, ആ സത്യമാണെന്ന് അറിയുന്നത് വരെ, ആ തെറ്റിദ്ധാരണ അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് ആ മനുഷ്യൻ തിരിച്ചറിയുന്നത് വരെ ദൈവം നിനക്ക് വേണ്ടി ചേർന്ന് പ്രവർത്തിക്കും. നല്ല തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും ഓരോ വിഷയങ്ങളെയും. ആ നല്ല തമ്പുരാൻ അറിയാം ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന്. നല്ല തമ്പുരാൻ്റെ കരങ്ങളിൽ സകല ചെറുതും വലുതുമായ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. തമ്പുരാൻ അറിയാം ആ പ്രശ്നം പരിഹരിക്കാൻ, തമ്പുരാൻ അറിയാം ആ വിഷയത്തെ ഏറ്റെടുക്കാൻ.
അവൻ പുകഞ്ഞ തിരി കെടുത്തുകയോ ചതഞ്ഞ ഓട ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ ഇല്ല. മനുഷ്യനാണെങ്കിൽ തക്കം നോക്കി പക്കം നോക്കി കെടുത്തിക്കളയും. കിട്ടുന്ന സമയം വെച്ച് ഊതിക്കളയും. നിമിഷ നേരം കൊണ്ട് അതിനെ കെടുത്തിക്കളയാൻ നോക്കും. 4 വശത്തു നിന്നും ഊതിക്കെടുത്താൻ നോക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം, ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ഈ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ഈ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ പുകഞ്ഞ തിരി കെടുത്തുകയോ ഇല്ല. ഇന്ന് പ്രത്യേകമായി ഈ 21-ാമത്തെ ദിവസം എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെ ഓർക്കുമ്പോൾ, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും 21-ാം തീയതി പ്രാർത്ഥിക്കുവാണ്. എല്ലാ ഭാര്യ, ഭർത്താവ്, മക്കൾ, കൊച്ചുമക്കൾ, മാതാപിതാക്കൾ, ഇത്രയും കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ. എല്ലാ കുടുംബങ്ങളെയാണ് ഞങ്ങൾ ഓർക്കുന്നത്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ. അവരിലൂടെ എത്രയോ കുടുംബങ്ങളിലേക്ക് വചനം എത്തിക്കാൻ ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തി. വചനം അയച്ചു കൊടുത്ത വ്യക്തികൾ, വചനം സ്വീകരിച്ച കുടുംബങ്ങൾ, നിയോഗ പ്രാർത്ഥന മുടങ്ങാതെ പങ്കെടുത്തവർ, ഇത്രയും പേരെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. നിയോഗം എടുത്തു വച്ച് ഈ വചനത്തോട് ചേർത്ത് പ്രാർത്ഥിച്ച്, നിയോഗ കൊന്തയുണ്ടെങ്കിൽ കൈകളെടുത്ത് പറഞ്ഞ് 3 പ്രാവശ്യം, കർത്താവായ യേശുവേ, ഞങ്ങൾ നിയോഗ പ്രാർത്ഥന ചൊല്ലാൻ ഒരുങ്ങുകയാണ് 21-ാം തീയതി. ചേർന്ന് പ്രാർത്ഥിക്കാൻ. നസ്രായനായ എൻ്റെ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ 1-ാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ 2-ാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി അത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് ഈ 3-ാമത്തെ നിയോഗത്തെയും സാധിച്ചു തന്ന്, തടസ്സങ്ങളൊക്കെ മാറ്റി, പ്രതിസന്ധികൾ മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഈ ആലയത്തിൽ എനിക്ക് സാക്ഷ്യം പറയുവാൻ കർത്താവെ ഒരു ഭാഗ്യവും അനുഗ്രഹവും തരണമേ. ഈ ആലയത്തിൽ, നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ ആരാധനാലയത്തിൽ ഒരു സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നല്ല ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയോ പുകഞ്ഞ തിരി കെടുത്തുകയോ ഇല്ല. നാളെ ബുധനാഴ്ച ദിവസമാണ്. ബുധനാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു നിയോഗം അതാണ്. നാളെ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാ രോഗികൾ, ഹോസ്പിറ്റലിലോ വീടുകളിലൊക്കെ രോഗികളായി കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. രോഗികളായി കഴിഞ്ഞു ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഇന്ന് വരെ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർക്കും. ഒപ്പം രോഗികളെയും ഓർത്ത് നാളെ പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, 21-ാം തീയതി മുതൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ആത്മാർത്ഥതയോടെയാണ്. 3 നിയോഗത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ശക്തമായ കരം ഉയരണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കണമേ. ഒരു സാക്ഷ്യം പറയാൻ ഇടയാകത്തക്ക വിധം എന്നെ അനുഗ്രഹിക്കണമേ എന്നൊരു നേർച്ച നേർന്ന് ഹന്നായെ പോലെ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ സകലതും മാറിപ്പോകട്ടെ. തകർച്ചകൾ മാറിപ്പോകും. ദൈവാനുഗ്രഹം ഉണ്ടാകും. ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു ദോഷവും നിനക്ക് വരികയില്ല. ഒരു തിന്മയും നിനക്ക് വരികയില്ല. എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, തിന്മയുടെ സ്വാധീനങ്ങളിൽ ദൈവം സംരക്ഷിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, അനിഷ്ട സംഭവങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള പീഡകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും നല്ല ഭവനവും നല്ല വാഹനവും നല്ല ശുശ്രൂഷയും നല്ല ആരോഗ്യവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. 91-ാം സങ്കീർത്തനത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ 22-ാം തീയതി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഇതാണ്. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാകട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.